ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് 212 മുതൽ 216 വരെയുള്ള ഖണ്ഡികകളാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ളതൊരു ഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. നാളിതുവരെ ഈ ചാക്രിക ലേഖനത്തിൻ്റെ പഠനങ്ങളിലൂടെ ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് ഈശോയുടെ ഹൃദയമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ക്ലാസ് പരിപൂർണമായി പങ്കെടുക്കുവാനും അതിൻ്റെ അന്തര അർത്ഥങ്ങൾ, ആത്മീയ തലങ്ങൾ, അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുക രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 212 മുതൽ 216 വരെയുള്ള ഖണ്ഡികകളാണെന്ന് സൂചിപ്പിച്ചുവല്ലോ. സേവനത്തിൻ്റെ കൂട്ടായ്മയിൽ എന്നതാണ് ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു പ്രധാന വിഷയമായിട്ട് നമ്മൾ കാണുക. ക്രിസ്തുവിനെ പങ്കുവയ്ക്കുക എന്ന നമ്മുടെ ദൗത്യം വ്യക്തിപരമായി മാത്രമല്ല, സമൂഹത്തോടും സഭയോടും ചേർന്നുള്ള ഒരു കൂട്ടായ്മയായി കാണേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് ഊന്നി പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലൂടെ നാം അവനോട് കൂടുതൽ അടുക്കുന്നു എന്നും ഈ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് ഈ 212 മുതൽ 216 വരെയുള്ള ഖണ്ഡികകളിൽ നമ്മോട് സംസാരിക്കുന്നത്. 212-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്നത് ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. ഈ ഒരു വലിയ രഹസ്യമാണ് ഇന്നത്തെ ഈ 212-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ കാണുക. ക്രിസ്തുവിനെ പങ്കുവയ്ക്കുക എന്ന ദൗത്യം നമ്മൾ ഓരോരുത്തരും ഈശോയുമായി മാത്രം പങ്കിടുന്ന ഒരു രഹസ്യ സ്വഭാവമുള്ള കാര്യമായി കാണരുത് എന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. മറിച്ച് ഇത് നമ്മുടെ സമൂഹങ്ങളോടും സഭ മുഴുവനോടുമുള്ള കൂട്ടായ്മയിൽ അനുഭവിക്കേണ്ട ഒന്നാണ്. ഇത് വ്യക്തിപരമായ ഒരു കാര്യമല്ല, അല്ലെങ്കിൽ വ്യക്തിപരമായി അനുഭവിക്കേണ്ട ഒരു കാര്യമല്ല. സഭയോടും സഹോദരങ്ങളോടും ചേർന്ന് സമൂഹത്തിൽ മുഴുവൻ പങ്കുവയ്ക്കേണ്ട ഒരു സ്നേഹ കൂട്ടായ്മയാണ് ഈശോയുടെ, അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് ക്രിസ്തുവിനെ നമ്മൾ പങ്കുവയ്ക്കുക എന്നത്. ഇതിനർത്ഥം നമ്മുടെ വിശ്വാസം വ്യക്തിപരമായ ഒന്നാണെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കേണ്ടതും ജീവിക്കേണ്ടതും മറ്റുള്ളവരുമായി ചേർന്നാണ്. വ്യക്തിപരമായാണ് നമ്മൾ വിശ്വാസം ഏറ്റുപറയുന്നത്, അല്ലെങ്കിൽ കർത്താവായ യേശുവിൽ ഏകരക്ഷനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വ്യക്തിപരമാണ്. അങ്ങനെയാണെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കേണ്ടതും ജീവിക്കേണ്ടതും മറ്റുള്ളവരുമായി ചേർന്നാണ്, അതിൽ സമൂഹവുമായി ചേർന്നാണ്. സമൂഹത്തിൽ നിന്നുള്ള അകൽച്ച ഈശോയിൽ നിന്നുള്ള അകൽച്ച തന്നെയാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. സമൂഹത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണെങ്കിൽ അത് ഈശോയിൽ നിന്നും നമ്മെ അകറ്റും എന്നൊരു കാര്യം കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ സമൂഹത്തോട് പുറംതിരിഞ്ഞു നിന്നാൽ ഈശോയുമായുള്ള നമ്മുടെ സൗഹൃദം മരവിച്ചു പോകും എന്നും കാണുകയാണ്. ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചോദിക്കുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും, അത് ഞാൻ നടത്തിത്തരുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു കൂട്ടായ്മയുടെ രഹസ്യം എപ്പോഴും ഈശോ ആയിരിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതായത് സമൂഹത്തോട് പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോയുമായുള്ള സൗഹൃദവും മരവിച്ചു പോകുമെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ വിശ്വാസത്തിന് സാമൂഹികമായൊരു മാനം ആവശ്യമാണ് എന്ന്, അല്ലെങ്കിൽ അത്യാവശ്യമാണെന്ന് പരിശുദ്ധ പിതാവ് നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സൗഹൃദമുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാനുഷികമായ ഭാവത്തിന് അപ്പുറം ഒരു സാമൂഹികമായ മാനം കൂടി നമുക്ക് ആവശ്യമാണ്. മറ്റുള്ളവരുമായി ഇടപെടുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം പൂർണ്ണമായി വരിക. നാളിതുവരെ പഠിച്ച മുഴുവനതാണ് വ്യക്തിപരമായി നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നതോടൊപ്പം തന്നെ സമൂഹതലത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയും ചെയ്യണം. ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുന്ന സ്നേഹമാണ് നാം പരിശീലിക്കേണ്ടത്. നമ്മുടെ സന്യാസ സമൂഹങ്ങളിലെ സഹോദരീ സഹോദരന്മാരോടും ഇടവക തലത്തിലും രൂപതാ തലത്തിലുമുള്ള വിശ്വാസികളോടും പുലർത്തുന്ന സ്നേഹം ഈശോയുമായുള്ള നമ്മുടെ ബന്ധത്തെ പരിപോഷിപ്പിക്കുന്ന ഇന്ധനമാണ്. സന്യാസ സമൂഹങ്ങളിലെ സഹോദരീ സഹോദരന്മാരോട്, ഇടവക തലത്തിൽ
ഉള്ള വികാരിച്ചനോട്, കൊച്ചന്മാരോട്, അതിൻ്റെ സംവിധാനങ്ങളോട്, രൂപതാ തലത്തിലുള്ള പിതാവിനോട്, അതിൻ്റെ രൂപതാ കേന്ദ്രങ്ങളോട്, അങ്ങനെയുള്ള ഇതിനോടെല്ലാം വിശ്വാസികളോടും പുലർത്തുന്ന ഒരു സ്നേഹം, ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാവരോടും ഒരുപോലെ വളർത്തുന്ന സ്നേഹമെന്ന് പറയുന്നത് ഈശോയുമായുള്ള ബന്ധത്തെ പരിപോഷിപ്പിക്കുന്ന ഇന്ധനമാണെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവിടെ നിന്നും അകന്നു പോവുകയല്ല ചെയ്യേണ്ടത്, ചേർന്ന് നിന്നാണ് ഈശോയുടെ സ്നേഹം നമ്മൾ സ്വന്തമാക്കേണ്ടത്. അതായത് മറ്റുള്ളവരെ നമ്മൾ എത്രയധികം സ്നേഹിക്കുന്നുവോ അത്രയധികം നമ്മൾ ഈശോയുമായി അടുക്കുന്നു എന്നാണ് പരിശുദ്ധ പിതാവ് പറയുക. ഈ സ്നേഹം വെറും ഒരു വികാരമല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രവൃത്തികളിലൂടെ പ്രകടമാകുന്ന ഒന്നാണ്. തിരുഹൃദയ സ്നേഹം എന്ന് പറയുന്നത് സാക്ഷ്യപ്പെടുത്താനുള്ള മാർഗമാണ്. ആ തിരുഹൃദയ സ്നേഹം സാക്ഷ്യപ്പെടുത്താനുള്ള മാർഗമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ സഹോദരന്മാർക്ക് ചെയ്യുന്ന സ്നേഹപ്രവർത്തികളാണ്. ക്രിസ്തുവുമായുള്ള നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തുന്നുള്ള ഏറ്റവും മികച്ച മാർഗമെന്നാണ് പറയുന്നത്. എങ്ങനെ? അത് അവരിലേക്കും കൂടി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, അവരെയും കൂടി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ക്രിസ്തുവുമായിട്ടുള്ള യഥാർത്ഥ സ്നേഹം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ക്രിസ്തുവുമായുള്ള സ്നേഹം യഥാർത്ഥമാണോ എന്നൊന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ്, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഈശോയുടെ ശിഷ്യന്മാർ എന്നത് വെറും പേരിലൊതുങ്ങാതെ സ്നേഹപ്രവർത്തികളിലൂടെ അത് മറ്റുള്ളവരിൽ പ്രകടമാക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം, അത് നമ്മുടെ പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് പ്രകടമാകുന്ന വിധത്തിലായിരിക്കണം എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ പങ്കുവയ്ക്കാനായിട്ടൊരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. ഒരു കൂട്ടായ്മയിൽ നമ്മൾ ക്രിസ്തുവിനെ പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് എന്നാണ് പരിശുദ്ധ പിതാവ് പറയുക. അതായത് നമ്മുടെ സ്നേഹം നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകാതെ ക്രിസ്തുവും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം മാത്രമായിട്ട് നിൽക്കാതെ അപരനിലേക്ക് കൂടി ഇറങ്ങണമെന്ന് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുകയാണ്. നമുക്ക് സുവിശേഷം മുഴുവൻ നോക്കിയാൽ അത് കാണാമല്ലോ. ഈശോ എപ്പോഴും പിതാവിനോട് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതല്ല, പിതാവിനോട് പ്രാർത്ഥിച്ച് താഴേക്കിടയിലേക്ക്, പ്രത്യേകിച്ച് അവഗണിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക്, സമൂഹത്തിൻ്റെ വിളമ്പുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരിലേക്ക് കടന്നില്ലെന്ന് ഈശോയെ നമ്മൾ കാണുക. അപ്പോൾ ആ വലിയൊരു സ്നേഹത്തിൻ്റെ ഒരു മാതൃക കാണിച്ചു തന്നിട്ടാണ് ഈശോ നമ്മോട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. 213-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹം സേവനമായി മാറുന്നു എന്ന് ആ ഒരു ആശയമാണ് നമ്മളിവിടെ കാണുക. അതായത് 212-ൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. പരസ്പരമുള്ള സ്നേഹം എങ്ങനെ സമൂഹത്തിനുള്ളിലെ സേവനമായി മാറുന്നു എന്നിവിടെ വ്യക്തമാക്കുകയാണ്. എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാർ ഒരുവിനെ നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാമത്തെ വാക്യം. ഈശോയുടെ ആ വാക്കുകൾ മാർപ്പാപ്പ ഇവിടെ ആവർത്തിച്ച് പറയുകയാണ്. ഒരിക്കൽ നമ്മൾ ഇത് കണ്ടതാണ്, ഈ വചനഭാഗം കണ്ടതാണ്. വീണ്ടും ഇത് ആവർത്തിക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. ഈ വാക്യം വഴി ക്രൈസ്തവ ജീവിതത്തിലെ സേവനത്തിൻ്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് നമ്മൾ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് ദുർബലരും ദരിദ്രരുമായ ആളുകൾക്ക് ചെയ്യുന്ന ഓരോ കാര്യവുമെന്ന് ഈശോ നേരിട്ട് ചെയ്യുന്നത് തുല്യമാണ് എന്ന് വീണ്ടും വീണ്ടും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ്. ഈ എളിയവർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അവർക്ക് ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നതെന്നും തുടർന്ന് വരുന്ന വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ചെയ്തില്ല എന്നതുകൊണ്ട് എനിക്കൊന്നും കുഴപ്പമില്ലല്ലോ, ചെയ്തു കൊടുത്തപ്പോൾ ഈശോയ്ക്ക് തന്നെയാണ് ചെയ്തു കൊടുത്തത്. ചെയ്യാതിരുന്നപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ആരും ഉപദ്രവിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ഭാവം നമുക്ക് വേണ്ട. ഇത് പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാവത്തെക്കുറിച്ചാണല്ലോ പറയുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധേയം ഓർക്കണം, പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഈശോയുടെ സ്നേഹം അത് നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കാതെ പുറത്തേക്ക് ഒഴുകുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ ആ സ്നേഹം നിറഞ്ഞു കവിയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഈശോയുടെ സ്നേഹം നമ്മിലുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോയെ കണ്ടുമുട്ടുന്നത് എവിടെയാണ്? ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്
നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ എല്ലാ സഹോദരീ സഹോദരന്മാരിലും, പ്രത്യേകിച്ച് ദരിദ്രരിലും നിന്നതിലും ഉപേക്ഷിക്കപ്പെട്ടവരിലും അവനെ കണ്ടുമുട്ടാനായിട്ടാണ്. ഇത് മനോഹരമായൊരു കാഴ്ചപ്പാടായിരിക്കും, മനോഹരമായൊരു കൂടിക്കാഴ്ചയായിരിക്കും. വിശുദ്ധ വിൻസെൻ്റ് പോളൊക്കെ ചെയ്തത് അതല്ലേ? കൽക്കട്ടയിലെ വിശുദ്ധ തെരേസ ചെയ്തത് അതല്ലേ? ഈശോയെ കണ്ടുമുട്ടിയതെല്ലാം അവരവിടെയാണ്. ദരിദ്രരിൽ, നിന്നതരിൽ, ഉപേക്ഷിക്കപ്പെട്ടവരിൽ, അവിടെയെല്ലാം ക്രിസ്തുവിനെ കാണാനായിട്ട് അവർക്ക് സാധിച്ചു. ഇത് മനോഹരമായൊരു കൂടിക്കാഴ്ചയാണ് എന്നാണ് വിശുദ്ധ പിതാവ് പറയുന്നത്. അതായത് ദൈവത്തെ ആരാധിക്കുകയും അവനുമായി ബന്ധം സ്ഥാപിക്കുന്നതും പള്ളിയിൽ വെച്ച് മാത്രമല്ല, മറിച്ച് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിൽ, പ്രത്യേകിച്ച് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിൽ ഈശോയെ തിരിച്ചറിയുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കുന്നത്. പള്ളിയിൽ വെച്ച് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത് ഈ സാധാരണ ഇടയിലേക്ക്, അവഗണിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകുവാനുള്ള ശക്തി സ്വീകരിക്കാൻ വേണ്ടിയാണ്. പള്ളിയിൽ വെച്ച് നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടും. കൽക്കട്ടയിലെ വിശുദ്ധ തെരേസ, മദർ തെരേസയുടെ ജീവിതം അങ്ങനെയല്ലായിരുന്നു. മദർ തെരേസ തമ്പുരാൻ്റെ സന്നിധിയിലിരുന്ന് ആരാധനയിലായിരുന്നുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് ഈശോയുമായിട്ടാണ് കൽക്കട്ടയുടെ തിരുവേദികളിലേക്ക് ഇറങ്ങിയത്. അവിടെയാണ് ഇങ്ങനെയുള്ള അവഗണിക്കപ്പെട്ടവരെല്ലാം ഈശോയെപ്പോലെ കണ്ട്, അല്ലെങ്കിൽ അവരിലെല്ലാം ഈശോയെ കാണാനായിട്ട് മദർ തെരേസയ്ക്ക് സാധിച്ചത്. അപ്പം അതുകൊണ്ട് പള്ളിയിൽ വെച്ച് ഈശോയുടെ ആ സ്നേഹം ആവോളം അനുഭവിച്ച് ഹൃദയത്തിൽ നിറച്ച്, അവിടെയും ഒരു എൻകൗണ്ടറുണ്ട്, ഈശോയുമായിട്ടൊരു കണ്ടുമുട്ടൽ അവിടെയുണ്ട്. അവിടെ വെച്ചാണ് ഈശോ നമ്മൾ പറയുന്നത്, നീ അത് ചെയ്യണം. നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ പഠിച്ചായിരുന്നു, നിനക്കത് ചെയ്യാൻ സാധിക്കും, ഞാനത് നിന്നെ ഭരമേൽപ്പിക്കുന്നു എന്ന് ഈശോ പറയുന്നത് കേൾക്കുന്നത് പള്ളിയിൽ വെച്ചാണ്. അല്ലെങ്കിൽ എന്നെ ഈശോ അത് ഭരമേൽപ്പിച്ചുവെന്ന് ആ ദൗത്യം സ്വീകരിക്കുന്നത് ഈ ദേവാലയത്തിൽ വെച്ചാണ്. അതായത് അവിടുത്തെ സാന്നിധ്യം, സജീവമായ സാന്നിധ്യം നിലകൊള്ളുന്ന പരിശുദ്ധ കുർബാനയിൽ വെച്ചാണ്. അത് അർപ്പിക്കപ്പെടുന്നതും എല്ലാം പള്ളിയിലാണല്ലോ. അപ്പം അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരുമായി ബന്ധം പള്ളിയിൽ വെച്ച് മാത്രമല്ല എന്നാണ് പറയുന്നത്. പള്ളിയിൽ വെച്ചില്ല എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നില്ല. പള്ളിയിൽ വെച്ച് മാത്രമല്ല, പള്ളിയിൽ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ മറ്റു ചുറ്റുമുള്ളവരിലേക്കും കൂടി നമ്മൾ കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈശോയെ തിരിച്ചറിയുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവട്ടെ. അപ്പം അതുകൊണ്ട് നമ്മുടെ സ്നേഹം എന്തായി മാറുന്നു? സേവനമായി മാറുകയാണ്. ഈശോയിൽ നിന്നും ശക്തി സ്വീകരിച്ച് ആ ഒരു സേവനത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ കാര്യമാണ് പരിശുദ്ധ പിതാവ് 213-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ മത്തായി സുവിശേഷം 25-40 പോലെ നമ്മൾ ഈ എളിയവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ഈശോയെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ സമൂഹത്തിൽ താഴേക്കിടെ കിടക്കുന്നവരെ, ദുർബലരായവരെ, ദരിദ്രരായവരെ, ഉപേക്ഷിക്കപ്പെട്ടവരെ നമ്മൾ മാറ്റി നിർത്തരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധ പിതാവ് നൽകുകയാണ്. ഈശോയെ സ്നേഹിക്കുന്നവൻ അവരെ മാറ്റി നിർത്തില്ല എന്ന് പരിശുദ്ധ പിതാവ് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. 214-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സേവനത്തിലൂടെയുള്ള ഒരു ക്രിസ്തു സാന്നിധ്യത്തെക്കുറിച്ച് നമ്മളിവിടെ കാണുകയാണ്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യപ്പെടുമ്പോൾ അത് നമ്മെ ഈശോയിൽ നിന്നും അകറ്റുകയല്ല, മറിച്ച് മറ്റൊരു മാർഗത്തിൽ അവിടുത്തെ കണ്ടുമുട്ടാൻ സഹായിക്കുകയാണ്. നമ്മളൊരാളെ സഹായിക്കാനും പരിപാലിക്കാനും ശ്രമിക്കുമ്പോഴെല്ലാം ഈശോ നമ്മുടെ കൂടെയുണ്ട്. നല്ല സമറിയാക്കാരൻ്റെ ഉപമായി നമുക്കറിയാമല്ലോ. നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികളിൽ അവൻ പങ്കുചേരുന്നു. അവൻ തൻ്റെ ശിഷ്യന്മാരെ ദൗത്യത്തിന് അയച്ചപ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെയും 20-ാമത്തെ വാക്യമാണ്, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ശിഷ്യന്മാരെ ദൗത്യത്തിന് അയച്ചിട്ട് ഈശോ കയറി കിടന്നുറങ്ങുന്നല്ലായിരുന്നു, അല്ലെങ്കിൽ ഈശോ എവിടെയായിരുന്നു, അങ്ങനെയൊന്നുമല്ല. കൂടെ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു എന്നാണ് മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെയും 20-ാമത്തെ വാക്യം പറയുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ദൗത്യം നിർവഹിക്കുന്നത് എന്താണ്. അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മൾ പോകുമ്പോൾ ഒറ്റയ്ക്കല്ല ദൗത്യം നിർവഹിക്കുന്നതാണ്. ഈശോ ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ശ്രമങ്ങളിൽ അവൻ നമ്മെ പരിപൂർണമായും ശക്തിപ്പെടുത്തുന്നു. ചില നിഗൂഢ രീതിയിൽ അവൻ്റെ സ്നേഹം നമ്മുടെ സേവനത്തിലൂടെ സന്നിഹിതമാകുന്നു എന്നുള്ളതാണ്.
വളരെ രസകരമായിട്ടാണ് ഈശോ പറയുന്നത്, അല്ല പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ്റെ സ്നേഹം ചില സമയങ്ങളിൽ ഒരു നിഗൂഢ രീതിയിലാണ് നമ്മുടെ സേവനത്തിലൂടെ സന്നിഹിതമാകുന്നത്. അത് വളരെ രഹസ്യമായിട്ടാണ്. കാരണം ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് ഈശോയ്ക്ക് ഒളിഞ്ഞിരിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ, സജീവ സാന്നിധ്യമായിട്ട് മറഞ്ഞിരിക്കാൻ സാധിക്കുമെങ്കിൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ സേവനത്തിലും ആ ഈശോയ്ക്ക് തൻ്റെ സ്നേഹ സാന്നിധ്യത്തെ ഓർപ്പിക്കാനായിട്ട് സാധിക്കും. വിശ്വസിച്ചാൽ മാത്രം മതി. ചില സമയങ്ങൾ വാക്കുകളുടെ ആവശ്യമില്ലാത്ത ഒരു ഭാഷയിലേക്കാണ്, ആ ഭാഷയിലാണ് അവൻ ലോകത്തോട് സംസാരിക്കുന്നത്. ഇതിനർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന സ്നേഹപ്രവർത്തികൾക്ക് ചിലപ്പോൾ വാക്കുകളേക്കാൾ വലിയ ശക്തിയുണ്ടാവും. മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ ഈശോയുടെ സ്നേഹം ആ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുന്നു. ഇത് ഒരുതരം നിശബ്ദമായ സുവിശേഷ പ്രഘോഷണമാണ്. ചിലർക്കൊക്കെ അച്ഛനിപ്പോൾ ക്ലാസ് എടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ നല്ല സുവിശേഷ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നത് പോലെയോ ഒക്കെയോ പറഞ്ഞു പഠിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രഘോഷിക്കുവാനോ ഒക്കെ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ അങ്ങനെയുള്ളവരത് ചെയ്യട്ടെ, അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രവൃത്തികളും കൂടി ചേർത്ത് വയ്ക്കട്ടെ. പക്ഷേ ഇവിടെ പറയുകയാണ്, മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ വാക്കുകളേക്കാൾ അല്ലെങ്കിൽ ഒന്നും നമുക്ക് സംസാരിക്കാൻ ഇല്ലാതിരിക്കാൻ ചില സമയത്ത് പോലും വാക്കുകളേക്കാൾ വലിയ ശക്തി നമ്മുടെ സാക്ഷ്യത്തിനുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ സാക്ഷ്യത്തിന്, അതായത് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ ഒരു സാക്ഷ്യമുണ്ട്, ആ സാക്ഷ്യത്തിനുണ്ട് എന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് നമുക്ക് വാക്ചാതുര്യമുണ്ടോ, പ്രസംഗിക്കാനുള്ള കഴിവുണ്ടോ, അതിനുള്ള ധൈര്യമുണ്ടോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊരു ഭാഗമാണ്. ഈശോയോട് കൂടി ആയിരിക്കുമ്പോൾ അത് സാധിക്കും. കാരണം ഈശോ പരിശുദ്ധാത്മ തമ്മിൽ വന്നു കഴിയുമ്പോൾ അത് സംഭവിക്കും. ശിഷ്യന്മാർ കഥകടച്ച് പേടിച്ചരണ്ടിരുന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ധൈര്യം സംഭരിച്ച് ധൈര്യശാലികളായി, ഈശോയെ നിങ്ങൾ കൊന്നു, അതിന് ഞങ്ങൾ സാക്ഷികളാണ്, എന്നാൽ അവൻ്റെ ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞ് പ്രസംഗിക്കാനായിട്ട് സാധിച്ചു. അത്ര ധൈര്യം അവർക്ക് കിട്ടിയത്. അതുവരെ യഹൂദരെ പേടിച്ച് അകത്തിരുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രഘോഷിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു നിശബ്ദമായ സുവിശേഷ പ്രഘോഷണം നമുക്ക് നടത്താനായിട്ട് ഉറപ്പായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ്? സുവിശേഷത്തിനനുസരിച്ച് ജീവിച്ച്, അതായത് ഈശോയുടെ സ്നേഹത്തിനനുസരിച്ച് ജീവിച്ച് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ചെയ്യുമ്പോൾ, സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈശോയുടെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈശോ പഠിപ്പിച്ചതനുസരിച്ച് നമുക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ നമ്മളെന്തായി ചെയ്യും? ആ സേവനം ക്രിസ്തു സാന്നിധ്യം അവിടെ ഉറപ്പാക്കും. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും, ആരൊക്കെ അത് സ്വീകരിക്കുന്നുവോ അവനും ഉണ്ടാവും. നമ്മുടെ പ്രവൃത്തികളെ നമുക്കൊന്ന് ഈശോയുടെ സ്നേഹത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. 215 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ ഈ ലോകത്തിൽ നന്മ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു വിളി ഈശോ നമുക്ക് നൽകുന്നുണ്ട്. അതിനുവേണ്ടി നമ്മെ അവിടുന്ന് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഖണ്ഡികയിൽ കാണുക. ദൈവം നമ്മെ നന്മ ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇതൊരു വൈദ്യനായോ അധ്യാപകനായോ പുരോഹിതനായോ സേവനം ചെയ്യാനുള്ള ആഹ്വാനമായിരിക്കും. അതിനാണ് ദൈവവിളി എന്ന് പറയുന്നത്. വ്യത്യസ്തമായ ജീവിതാന്തസ്സിലൂടെയായിരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്തമായ ജോലികളിലൂടെയായിരിക്കും ഈ ഒരു വിളി ഉണ്ടാവുക. എന്താണ്? സമൂഹത്തിൽ, ലോകത്തിന് നന്മ ചെയ്യാനുള്ള ഒരു വിളി. ഒരു നല്ല കുടുംബനാഥനായിക്കൊണ്ട്, കുടുംബനാഥയായിക്കൊണ്ട്, അങ്ങനെ വ്യത്യസ്തമായ രീതിയിലൊക്കെ തമ്പുരാൻ വിളിക്കുന്നുണ്ട്. ഡോക്ടറായിട്ട്, അധ്യാപകനായിട്ട്, പുരോഹിതനായിട്ട്, ചിലപ്പോൾ നല്ലൊരു ഡ്രൈവറായിട്ടായിരിക്കും. എവിടെയായാലും ശരി, അവൻ്റെ വിളി കേൾക്കാനും ആ ദൗത്യം നിറവേറ്റുവാനുമാണ് അവൻ നിങ്ങളെ അയക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മതി. എവിടെയായാലും, ഏതു ജോലിയിലായാലും, ഏതു ജീവിതാന്തസ്സിലായാലും ശരി, അതെല്ലാം ഈശോയുടെ വിളി കേൾക്കാനും അവിടെ തൻ്റെ ദൗത്യം, അവിടെ ഈശോയുടെ സ്നേഹം മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് എന്നെ വിളിക്കുകയും അയക്കുകയും ചെയ്തതാണ് എന്ന് നമുക്ക് വിശ്വസിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നത് ഈശോയുമായുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുക. ഞാൻ നിങ്ങളെ അയക്കുന്നു.
ഉറപ്പുള്ളവരെയല്ലേ ഒരു ദൗത്യത്തിനായിട്ട് പറഞ്ഞു വിടാനായിട്ട് പറ്റുള്ളൂ. വിശ്വാസമുള്ളവരെയാണ് നമ്മൾ ഒരു ദൗത്യത്തിനായിട്ട് പറഞ്ഞു വിടുക അല്ലേ. ഏറ്റവും നല്ലൊരു കാര്യം ഒരു സമൂഹത്തിൽ ചെയ്യാനായിട്ട്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും വിശ്വാസമുള്ളവരെയാണ് തമ്പുരാൻ പറഞ്ഞു വിടുന്നത്, അല്ലെങ്കിൽ ആ കാര്യം ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് ലൂക്കായുടെ സുവിശേഷം 10-ാം വാക്യം പറയുന്നുണ്ടെങ്കിൽ കർത്താവ് അത്രമാത്രം എന്നെ വിശ്വസിക്കുന്നു, എന്നെ അത്രമാത്രം കർത്താവ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. മുമ്പത്തെ ഹന്നയെ നമ്മൾ കണ്ടായിരുന്നല്ലോ. അവരെ അപ്പസ്തലന്മാർ അയച്ചിട്ട് ഈശോ അവരുടെ കൂടെ പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞത്, അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അപ്പം വെറുതെ ഇരിക്കുന്നവനല്ല ക്രിസ്തു, അയച്ചിട്ട് നോക്കിയിരിക്കുന്നവനല്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ ജോലിയും അത് എന്തുതന്നെയായിരുന്നാലും ദൈവത്തിൻ്റെ വിളിയായി കണ്ട് അവൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ളൊരു അവസരമായി മാറ്റാനായി നമുക്ക് സാധിക്കണം. ഈ സൗഹൃദത്തെ പക്വതയിലെത്തിക്കാനും ഒരു ദൗത്യത്തിനായി നമ്മളെ അയക്കാനും അത് ആത്മവിശ്വാസത്തോടെയും ഔദാര്യത്തോടെയും സ്വതന്ത്ര മനസ്സോടെയും ഭയരഹിതമായും നിർവഹിക്കാനും അവനെ അനുവദിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തെ ആത്മവിശ്വാസത്തോടെയും ഔദാര്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ഭയരഹിതവുമായും നമ്മൾ ഈ സമൂഹത്തിന് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവേണ്ടതായിട്ടുണ്ട്. ഈശോയുമായുള്ള നമ്മുടെ സൗഹൃദം വെറും ആരാധനയിലോ പ്രാർത്ഥനയിലോ ഒതുങ്ങി നിർത്തരുത് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. മറിച്ച് അത് നമ്മുടെ ജീവിതത്തെ ഒരു ദൗത്യത്തിനായി സമർപ്പിക്കാൻ നമ്മളെ പ്രാപ്തരാക്കണം. ഈശോയോടുള്ള സ്നേഹം, സൗഹൃദം ആരാധനയിലും പ്രാർത്ഥനയിലും മാത്രം നിൽക്കരുത്, അതിനപ്പുറത്തേക്ക് പ്രവേശിക്കണം. നമ്മൾ സ്വയം സുഖലോലുപതയിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും സുരക്ഷിത ബോധമുണ്ടാവില്ല. സംശയങ്ങളും ഭയവും ദുഃഖവും ഉത്കണ്ഠയും എപ്പോഴും നമ്മുടെ ചക്രവാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഉണ്ടാവും, നമ്മുടെ കൂടെ വേണം സഞ്ചരിക്കും ഒരു സ്വയം സുഖലോലുപതയിൽ ജീവിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ തങ്ങളുടെ ദൗത്യം നിർവഹിക്കുന്നവർക്ക് സന്തോഷമായിരിക്കില്ല, നിരാശയായിരിക്കും ലഭിക്കുക. കാരണം അവർ അവരുടേതായ ഒരു ലോകത്തിലായിരുന്നുകൊണ്ട് സുഖലോലുപതയിലാണ്. അപ്പോൾ ഈ സംശയവും ഉത്കണ്ഠയും ആകുലതയും ഒക്കെ കയറി വന്നു കഴിയുമ്പം ദൗത്യ നിർവഹണത്തിനൊരു സന്തോഷമുണ്ടാവില്ല, നിരാശയായിരിക്കും ഉണ്ടാവുക. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവരെ സേവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവിതയാത്രയുടെ ഓരോ ഘട്ടത്തിലും ഈശോ നമ്മുടെ പക്ഷത്തുണ്ടെന്ന് നമ്മൾ മറക്കരുത് എന്ന് പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ നിങ്ങളെ പടുകുഴിയിലേക്ക് തള്ളിയിടുകയോ നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുകയോ ചെയ്യുകയില്ല. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അനുഗമിക്കുകയും ചെയ്തുകൊണ്ട് അവൻ എപ്പോഴും കൂടെയുണ്ടാകും എന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം പരിശുദ്ധ പിതാവ് വീണ്ടും ഇവിടെ കൊണ്ടുവരികയാണ്. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം എപ്പോഴും നിവൃത്തിയാക്കപ്പെടുമെന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തെ നന്മ ചെയ്യാനുള്ള വിളിക്കായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്ന് ഈ പറയുന്ന ഈശോയുടെ വചനം മത്തായിയുടെ സുവിശേഷം 28:20 അതിൻ്റെ വലിയ ഒരു അഭിഷേകം നമ്മുടെ കൂടെ ഉണ്ടാവും. ആ വാഗ്ദാനം എപ്പോഴും നിവൃത്തിയാക്കുമെന്ന് പറയുകയാണ്. ഇത് വെറും ഒരു വാക്കല്ല. ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് ദൈവത്തിൻ്റെ കൃപയും സഹായവും എപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു വാഗ്ദാനമാണ്, വെറും ഒരു വാക്കല്ല. അതുകൊണ്ട് ലോകത്തിൽ നന്മ ചെയ്യാനുള്ള നമ്മുടെ വിളി മനസ്സിലാക്കി ഈശോയോടൊപ്പം ആ ജോലി ചെയ്യാനായിട്ട് നമ്മളായിരിക്കുന്ന സ്ഥലത്തെല്ലാം ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് അങ്ങനെ സാക്ഷികളായി തീരാനായി നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൊക്കെ കണ്ട കാര്യമാണ്. എവിടെയൊക്കെ ഈശോയോടുള്ള സ്നേഹം അവഗണിക്കപ്പെടുന്നുവോ തിരസ്കരിക്കപ്പെടുന്നുവോ മാറ്റി നിർത്തപ്പെടുന്നുവോ തോന്നുന്നിടത്തെല്ലാം നമ്മുടെ ആ ജോലി സ്ഥലത്ത് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ജീവിതാന്തസ്സിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യണം? സാക്ഷികളാകുകയും ചെയ്യണം. ആ കാര്യം കൂടി ഈ ഖണ്ഡികയോട് ചേർത്ത് വെച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോൾ വളരെ എളുപ്പമാകും ഈ ഖണ്ഡികയെ ധ്യാനിക്കാനും പഠിക്കാനും. ഇരുന്നൂറ്റി 16-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഭാഗം 5-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ്.
അതോടെ ഇന്നുകൊണ്ട് നമ്മുടെ പഠന പരമ്പര തീർന്നു എന്ന് വിചാരിക്കരുത്. ഇനിയൊരു അവസാന ഒരു ഭാഗം കൂടി കിടപ്പുണ്ട്. ആ കാര്യം പ്രത്യേകം ഒന്ന് ഓർക്കുക. 220 ഖണ്ഡികകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. 216-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളൂ. ഈ ഭാഗത്ത് ദൈവസ്നേഹം പ്രഘോഷിക്കുവാനും ക്രിസ്തു ജീവിച്ചിരിക്കുന്നുവെന്ന വാർത്ത അറിയിക്കുന്നതിനും പുറപ്പെട്ട അപ്പസ്തോലന്മാരെയും ഈശോയുടെ ആദ്യ ശിഷ്യന്മാരെയും പോലെ നമ്മളും നമ്മുടേതായ രീതിയിൽ ഒരു പ്രേക്ഷിതൻ അല്ലെങ്കിൽ പ്രേക്ഷിതയായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് നമ്മളിനി കാണാനായിട്ട് പോവുക. നമുക്കറിയാം, ഈ 5-ാമത്തെ അധ്യായം ദീർഘമായിട്ടുള്ളൊരു അധ്യായമായിരുന്നു. 164-ാമത്തെ ഖണ്ഡികയെ തുടങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ 216-ാമത്തെ ഖണ്ഡികയിലെത്തിയാണ് 5-ാമത്തെ ചാപ്റ്റർ പരിപൂർണമാക്കുക. ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വലിയൊരു പഠനം, പ്രത്യേകിച്ച് 216-ാമത്തെ അല്ലെങ്കിൽ ഒരു 5-ാമത്തെ ചാപ്റ്ററിൻ്റെ അവസാന ഖണ്ഡികയിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു പ്രേക്ഷിതൻ അല്ലെങ്കിൽ ഒരു പ്രേക്ഷിതയായി തീരണമെന്ന് പറയുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ ഒരു പ്രേക്ഷിതയായി തീർന്ന ഒരു പ്രത്യേക ദൗത്യം എടുത്തുകൊണ്ടാണ്. വിശുദ്ധ വിൻസെൻ്റ് പോൾ എടുത്തത് ഒരു പ്രത്യേക ദൗത്യം എടുത്തുകൊണ്ടാണ്. അങ്ങനെ ഓരോരുത്തരും അവരുടേതായ ദൗത്യം പ്രത്യേകമായ രീതിയിൽ ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന ഒരു പ്രേക്ഷിത ദൗത്യം സ്വീകരിക്കുക ചെയ്തത്. ഇവിടെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാതൃകയാണ് മാർപ്പാപ്പ പറയുക. കരുണാദ്ര സ്നേഹത്തോടെയുള്ള തൻ്റെ സമർപ്പണത്തിൻ്റെ ആവശ്യ ഘടകമായ വിശുദ്ധ കൊച്ചുത്രേസ്യ ഇത് തിരിച്ചറിയുകയാണ്. ഇന്ന് കരുണാദ്ര സ്നേഹത്തോടെ തൻ്റെ ആത്മസമർപ്പണത്തിൻ്റെ ആവശ്യ ഘടകമായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ കാണുന്നത്. അതായത് ആത്മാക്കൾക്ക് വേണ്ടി ഉള്ള ദാഹം എന്ന് ഈശോ പറയുന്നുണ്ടല്ലോ. അതുപോലെ വിശുദ്ധ കൊച്ചുത്രേസ്യയെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ പ്രിയതമന് കുടിക്കാൻ ഞാൻ ആഗ്രഹിച്ചു, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം എന്നെ ദഹിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ ആത്മാക്കളെ തരിക എന്നാണ് പറയുക. ഈശോയുടെ വലിയൊരു ആഗ്രഹവും അതായിരുന്നല്ലോ, ആത്മാക്കളെ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഈ വാക്കുകൾ മറ്റുള്ളവരുടെ ആത്മീയ രക്ഷയ്ക്കു വേണ്ടിയുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തീവ്രമായ ആഗ്രഹത്തെയാണ് കാണിക്കുന്നത്. എനിക്ക് ആത്മാക്കളെ തരിക എന്ന് പറയുമ്പോൾ അവളുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന അതായിരുന്നല്ലോ. അതായത് മറ്റുള്ളവരുടെ ആത്മീയ രക്ഷയ്ക്കു വേണ്ടി ഉള്ള ഒരു വലിയൊരു ദൗത്യം. അതാണ് ഒരു പ്രേക്ഷിതൻ അല്ലെങ്കിൽ പ്രേക്ഷിത എന്ന് പറയുന്നത്. നമ്മുടേതായ രീതിയിൽ, അതായത് ഈശോയുടെ ശിഷ്യന്മാർ ഈശോയുടെ കൂടെ നടന്ന് അനുഭവിച്ച ശിഷ്യന്മാർ ഈശോയെ എങ്ങനെ പ്രഘോഷിച്ചതുവോ അതുപോലെ നമ്മുടേതായ രീതിയിൽ നമ്മുടെ ജീവിതാന്തസ്സിനും നമ്മുടെ ജോലിക്കുമൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മുടേതായ രീതിയിൽ ഒരു പ്രേക്ഷിതൻ അല്ലെങ്കിൽ പ്രേക്ഷിതയായി തീരണമെന്ന് പറയുകയാണ്. അത് വിശുദ്ധ കൊച്ചുത്രേസ്യ മാതൃക വന്നിട്ട് പറയുന്നു, അവളുടെ ആത്മീയ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ ആത്മീയ രക്ഷയ്ക്ക് വേണ്ടി ഉള്ളൊരു തീവ്രമായ ആഗ്രഹത്തോടുകൂടിയാണ് എനിക്ക് ആത്മാക്കളെ തരുക, അല്ലെങ്കിൽ ആത്മാക്കൾക്ക് വേണ്ടി എന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ഇത് നടപ്പാക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മിഷണറി ആകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാണ് പരിശുദ്ധ പിതാവ് പറയുക. ഇതിൽ കുറഞ്ഞതൊന്നും ഈശോയ്ക്ക് ഉചിതമായതല്ല. ഇതിനർത്ഥം എല്ലാവരും ഒരുപോലെ മിഷണറി ആവണമെന്നില്ല, സാധിക്കുകയുമില്ലല്ലോ. എന്നാൽ ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളും സാഹചര്യങ്ങളും ഉപയോഗിച്ച് ഈ ദൗത്യം നിർവഹിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ഒരേപോലെ മിഷണറി ആകാനായിട്ട് പറ്റത്തൊന്നുമില്ല. എല്ലാവർക്കും വിൻസെൻ്റ് പോളിനെ പോലെ ആകാനായിട്ട് പറ്റില്ല. എല്ലാവർക്കും വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ ആകാനായിട്ട് പറ്റില്ല. പക്ഷെ അവരുടെ സാഹചര്യം, ഒരു സാധാരണ വീട്ടമ്മ മുതൽ ഒരു വലിയ നേതാവ് വരെ എല്ലാവർക്കും ക്രിസ്തുവിന് സ്നേഹം പങ്കുവയ്ക്കാൻ സാധിക്കും. അവരുടെ അറിവനുസരിച്ച്, അവർക്ക് പ്രഘോഷിക്കാനുള്ള സ്ഥലത്തിൻ്റെ സാധ്യതകളനുസരിച്ച് ഈ ക്രിസ്തുവിനെ സ്നേഹം പങ്കുവയ്ക്കണം. നിങ്ങൾ വെല്ലുവിളികൾ സ്വീകരിക്കുകയാണ് എങ്കിൽ അവൻ നിങ്ങളെ പ്രബുദ്ധരാക്കുകയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സമ്പന്നമായ അനുഭവം നിങ്ങൾക്കുണ്ടാവും. നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ പോലും വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട്, അതായത് കുറച്ച് ത്യാഗത്തോടു കൂടി അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹത്തിൽ കുറച്ചും കൂടി വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രേക്ഷിത പ്രവൃത്തിയിലേക്ക് ഇറങ്ങുകയാണ് എങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവും തമ്പുരാൻ. അതാ പറയുന്നത്. നമ്മുടെ കഷ്ടപ്പാടുകൾ സഹിച്ചും വെല്ലുവിളി ഏറ്റെടുത്തും ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്നുള്ള വിജയം കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മുടെ ഹൃദയ രഹസ്യത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവിനെ വിട്ടുകൊടുത്തേക്കാനാണ് പരിശുദ്ധ പിതാവ് പറയുക. നമ്മൾ ഈ പ്രേക്ഷിത പ്രവൃത്തിക്ക് ഇറങ്ങി, പക്ഷേ അതിൻ്റെ റിസൾട്ട്, വിജയം പെട്ടെന്ന് കിട്ടുന്നുണ്ടോ നോക്കും. ഹൃദയ രഹസ്യത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവിനത് വിട്ടുകൊടുക്കണമെന്നാണ് പറയുക.
നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഉടനടി കാണണമെന്നൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്തു, ഒരാളെ ഉപദേശിച്ചു, അല്ലെങ്കിൽ ഒരാൾക്ക് ഈശോയുടെ സ്നേഹം പറഞ്ഞു കൊടുത്തു, നാളെ അവരുടെ ഉള്ളിൽ ഈശോയുടെ സ്നേഹം പൊട്ടിമുറിഞ്ഞ് പൊട്ടി വിടർന്ന് അവർ ഈശോയിലൂടെ ഭയങ്കരമായിട്ട് അടുത്ത് വന്നു എന്ന് വിചാരിക്കരുത്. അത് കർത്താവിനെ വിട്ടുകൊടുത്തേക്കുക. അത് നമ്മുടെ ഹൃദയ രഹസ്യത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവിനെ വിട്ടുകൊടുക്കുക. ആത്മീയ കാര്യങ്ങൾ പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് ദൃശ്യമാകണമെന്നില്ല എന്ന കാര്യം പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കടമ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള ശ്രമങ്ങളിൽ നിന്നുള്ള സന്തോഷം അനുഭവിക്കുക എന്നുള്ളതാണ്. ഫലം ദൈവത്തിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തേക്കുക. അതുകൊണ്ട് ഞാൻ നാളെ ഇത് മുഴുവനും പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഞാൻ നാളെ ഇതുവരെ മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി, ഞാൻ നാളെ ഇതുവരെ മുഴുവനും പ്രസംഗിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛൻ ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പറയാം, ഞാൻ ഈ കഴിഞ്ഞ 28 ദിവസമായിരുന്നു അല്ലെങ്കിൽ 30 ദിവസമായിട്ടിരുന്ന് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ആരും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനിവിടെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഈശോയുടെ ഈ സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് ഉള്ള ശ്രമങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. അതിൻ്റെ ഫലം കർത്താവിന് പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കുക എന്നാണ് പറയുക. അതുതന്നെയാണ് നമ്മൾ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ചുമ്മാ ബൈബിളിൽ വായിച്ച് കേട്ടിട്ട് പഠിച്ചിട്ട് പറയുന്നതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മീയ ഗ്രന്ഥത്തെ പഠിച്ചിട്ട് അത് പങ്കുവയ്ക്കുന്നതല്ല. പഠിക്കണം, ബൈബിൾ വായിക്കണം, ബൈബിൾ പഠിക്കണം, ആത്മീയ ഗ്രന്ഥങ്ങൾ പഠിക്കണം, അത് പഠിക്കണം. പക്ഷേ ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നായിരിക്കണം. അതാണല്ലോ നാളെ ഇതുവരെ കണ്ടത്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാതൃക ഇവിടെ വെച്ചുകൊണ്ട് പറയുമ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാതൃക തന്നെ നമുക്കെടുക്കാം. വിശുദ്ധ കൊച്ചുത്രേസ്യ സഹോദരിയോട് പറയുന്നത് എന്താ? ഇനി മുതൽ ഞാൻ നിന്നെ മറ്റേത് സന്യാസിയെ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ തീഷ്ണതയോടെ വലിയ ആഴത്തിൽ എനിക്ക് നിന്നെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. കാരണം ഈശോയുടെ ഹൃദയത്തിലൂടെയാണ് നിന്നെ സ്നേഹിക്കുന്നത്. അതുതന്നെയാണ് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നിന്നോട് എനിക്ക് പറഞ്ഞു തരണമെന്ന്, അതിൻ്റെ ആഴങ്ങളിലേക്ക് പറഞ്ഞു തരണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്ന് തൻ്റെ സ്നേഹിതനായ മൗറീസ് ബെല്ലേറിയനോട് വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. അതേ ഉള്ളൂ നമ്മുടെ ദൗത്യം. ഈശോയുടെ സ്നേഹത്തെ, നാം അനുഭവിക്കുന്ന ഈശോ സ്നേഹത്തെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള ശ്രമങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. അതിൻ്റെ വിജയം, ഫലം പരിപൂർണമായിട്ടും കർത്താവിന് വിട്ടുകൊടുക്കുക. ഒരു പ്രേക്ഷിതന് ദൗത്യം അതേ ഉള്ളൂ. നമ്മൾ മനുഷ്യനായതുകൊണ്ട് ഒരുത്തനെ പറഞ്ഞ് പഠിപ്പിച്ച് അവനെ രക്ഷപ്പെടുത്തിയിട്ടേ ഞാനിനി അടുത്തവനെ, അങ്ങനെയൊന്നുമില്ലെന്നേ. അങ്ങനെയുള്ളൊരു ഭാവമല്ല നമുക്കുണ്ടാകും. പ്രത്യേകിച്ച് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നാളെ ദിവസങ്ങളെല്ലാം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നാളെ മുതൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം എടുത്തുകൊണ്ട്, ഫോട്ടോ എടുത്തുകൊണ്ട് എല്ലായിടത്തും പോയി പ്രസംഗിച്ച് നിങ്ങളിനി ഈശോയുടെ തിരുഹൃദയത്തെ എല്ലാ ദിവസവും വണങ്ങിക്കോളാം എന്ന് പറഞ്ഞുള്ളൊരു പക്വതയില്ലാത്ത തരത്തേക്ക് നമ്മൾ പോകരുത്. പരിശുദ്ധ പിതാവ് ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. ആദ്യം നമ്മുടെ ഉള്ളിൽ ഈശോ സ്നേഹത്തെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നിറയ്ക്കണം. അപ്പം ഈശോയുടെ ആ തിരുഹൃദയത്തിൻ്റെ മിടിപ്പ് നമുക്ക് ഉള്ളിലത് കിട്ടും. എന്നിട്ട് ഏതു മേഖലയിലാണോ, ഏത് ജീവിതാന്തരനുസരിച്ചാണോ, ഏതു മേഖലയിലാണോ തമ്പുരാൻ നമ്മോട് പ്രവർത്തിക്കാൻ അല്ലെ പ്രേക്ഷിതനാകാനായിട്ട് ആവശ്യപ്പെടുന്നതെന്ന് ശ്രമിച്ച് മനസ്സിലാക്കണം. ചുമ്മാ ചാടി ഇറങ്ങും, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചാടി ഇറങ്ങിപ്പോകുന്ന ഒരു രീതിയിലാവരുത്. മറിച്ച് എനിക്ക് അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യണം, അങ്ങനെയല്ല. എന്നോട് ക്രിസ്തു സംസാരിക്കുന്നവരെ, ക്രിസ്തു സ്നേഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നിടം വരെ ആ അനുഭവം എനിക്ക്, ആ സ്നേഹാഗ്നി എന്നിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റാവുന്നത്. അതുപോലെ സ്നേഹം നമ്മൾ നിറയണം. അതാണ് പരിശുദ്ധപിതായ ദിവസങ്ങളെല്ലാം അല്ലെങ്കിൽ 215 വരെയുള്ള ഖണ്ഡികൾ മുഴുവൻ പറഞ്ഞ് പഠിപ്പിച്ച കാര്യം അതാണ്. പല വിശുദ്ധരുടെയും മാതൃക വെച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ സ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവരുമായി ആ ദൈവിക സ്നേഹത്തെ, ഈശോ സ്നേഹത്തെ പങ്കുവയ്ക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നും നമ്മൾ സന്തോഷം അനുഭവിക്കുക. ബാക്കിയുള്ളതെല്ലാം ഫലമൊക്കെ കർത്താവിന് വിട്ടുകൊടുക്കുക. അതാണ് 216 ഖണ്ഡികയിൽ പരിശുദ്ധ പിതാവ് പറയുന്നത്. ഈ ഭാഗങ്ങൾ നമ്മൾ കണ്ട കാര്യം ഇതാണ്. ഒന്ന്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നത് കേവലം വാക്കുകളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒക്കെ നമ്മൾ പ്രസംഗിക്കണം എന്ന കാര്യം പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് എന്ത്? ഈശോയുടെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിഞ്ഞു, അതോടൊപ്പം തന്നെ അത് വാക്കുകളിലൂടെയല്ല ജീവിതത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രത്യേകിച്ച് മറ്റുള്ളവരുമായ സ്നേഹബന്ധങ്ങളിലൂടെയും സേവനത്തിലൂടെയും ഇത് നമ്മൾ വ്യക്തമാക്കുകയും ചെയ്യണം.
ഈ ദൗത്യം നമ്മൾ ഈശോയോടൊപ്പം നിന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്നതാണെന്ന്, ഈശോ നമ്മോടൊപ്പം നിൽക്കും ഈ ഒരു സമയത്ത് എന്ന കാര്യം പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് ഈശോയുടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ളതുടെ ഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം.